നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. നാളെ ഏപ്രിൽ മാസം 20-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഗ്യാസ് സിലിണ്ടർ ഗാർഹിക പാചകവാതക വിതരണവും ഇതിൻ്റെ നിരക്കുകളും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുകളുമാണ് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നിലവിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ ബുക്കിംഗ് സമയപരിധിയിൽ മാറ്റങ്ങൾ സർക്കാർ വരുത്തിയിട്ടില്ല. ഈ ആഴ്ചയിലും 45 ദിവസത്തെ സമയപരിധിയാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക്. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് 25 ദിവസവും, അതായത് 26-ഉം 46-ഉം ദിവസങ്ങളിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ കൃത്യമായിട്ട് റീഫിൽ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. എത്രത്തോളം വൈകുന്നോ അതിനുശേഷവും പിന്നീട് ഇതേ ലിമിറ്റുകൾ തന്നെ ബാധകമാകും. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ഒരു നിശ്ചിത ദിവസത്തിലായിരിക്കും ഈ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ എത്തുക. അത്രയും ദിവസത്തേക്ക് നമുക്ക് പാചകവാതകം നിലവിലുണ്ട് എങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുൻകൂറായിട്ട് നേരിട്ട് എത്തിപ്പോയി വാങ്ങാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. ഇനി ആ രീതിയിലൊക്കെ വാങ്ങുകയാണ് എങ്കിൽ ഡെലിവറി ചാർജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ഏജൻറ്റ് കൃത്യമായിട്ട് വീടുകളിൽ കൊണ്ട് തരുന്നതാണ് എങ്കിൽ ആ രീതിയിൽ തന്നെ വാങ്ങുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ PNG ഗ്യാസ് കണക്ഷൻ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് പോകുന്ന ഏരിയകളിലേക്ക് ഇനി മുതൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം വന്നിട്ടുണ്ട്. 3 മാസത്തെ സാവകാശമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. എത്രയും വേഗം PNG കണക്ഷനിലേക്ക് ഗുണഭോക്താക്കൾ മാറേണ്ടതാണ്. അല്ലാത്ത പക്ഷം പതിയെ പിന്നീട് ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ആ മേഖലയിലേക്ക് നൽകുന്നതല്ല. നിലവിൽ പാചകവാതക വിതരണ പ്രതിസന്ധിയൊക്കെ നമ്മളുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ PNG കണക്ഷനിലേക്ക് അങ്ങനെയുള്ളവ മാറുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് സിറ്റി ഗ്യാസ് പദ്ധതിയൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ മാത്രമായി നിലവിൽ ഇപ്പോൾ PNG കണക്ഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലേക്ക് വാണിജ്യ ആവശ്യത്തിനുള്ളവർ ആ രീതിയിലും ഗാർഹിക ആവശ്യത്തിനു വേണ്ടി അങ്ങനെയുള്ള ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും കണക്ഷൻ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടിയും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാർ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾക്ക് അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗകൾക്ക് പ്രത്യേക സബ്സിഡി നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. പലിശരഹിത തവണകളായിട്ട് ഇത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമായിരിക്കും സർക്കാർ ഒരുക്കുക. അതായത് നിലവിൽ ആ പ്രൊഡക്റ്റിൻ്റെ വില തവണകളായിട്ട് നമുക്ക് അടച്ചാൽ മതിയാകും. അത് പലിശയില്ലാതെ തന്നെ അടയ്ക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് സഹകരിച്ചായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരാൻ കുറച്ചുകൂടി താമസം നേരിട്ടേക്കാം. ജൂൺ ജൂലൈ മാസങ്ങളുടെയൊക്കെ മാത്രമായിരിക്കും നിലവിൽ ഇത് പ്രാബല്യത്തിൽ വരിക. ആ സമയത്തോടെ പ്രതിസന്ധി നീങ്ങിയെങ്കിൽ പദ്ധതി പിൻവലിക്കുകയും ചെയ്യും. നിലവിൽ ഇതിൻ്റെ രൂപരേഖ ആകുന്നതേ ഉള്ളൂ. ഇവിടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഉന്നത ഗുണനിലവാരമുള്ള കൃത്യമായിട്ട് അംഗീകൃത ബ്രാൻഡുകളുടെ കുക്ക് ടോപ്പുകൾ, അതും പ്രത്യേക സബ്സിഡി നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ചാർജുകൾ അമിതമാകുമെന്ന ഒരു പേടി സാധാരണക്കാർക്ക് വേണ്ടതാനും. അപ്പോൾ ആ രീതിയിൽ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഗ്യാസ് സിലിണ്ടർ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിത്. എന്നാൽ നമ്മളുടെ സംസ്ഥാനത്ത് നിലവിൽ വ്യാപകമാക്കും എന്ന് പറഞ്ഞിരുന്ന 5 കിലോയുടെ ഗ്യാസ് സിലിണ്ടറുകൾ, അത് നമുക്ക് ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് കാണിച്ചാൽ മതി. നിലവിൽ മറ്റ് കണക്ഷനുകൾ എടുത്തിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്യാസ് സിലിണ്ടറാണ് 5 കിലോയുടെ ഗ്യാസ് സിലിണ്ടറുകൾ. പക്ഷേ അതിൻ്റെ വിതരണം ഇപ്പോൾ ഷോർട്ടേജാണ് നമ്മളുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.